കഴിഞ്ഞയാഴ്ചയായിരുന്നു പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് കൂടുതൽ ഭീകരാക്രമണങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പും നൽകിയിരുന്നു. അതിനുശേഷം ജമ്മു കാശ്മീർ സർക്കാർ കാശ്മീരിലെ 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 47 എണ്ണം അടച്ചിടുന്ന നടപടിയാണ് കൈക്കൊണ്ടിരുന്നത്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് താഴ്വരയിലെ ചില സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയതായി ആശയവിനിമയ ഇന്റർസെപ്റ്റുകൾ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും വൃത്തങ്ങൾ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, പഹൽഗാം ആക്രമണത്തെ തുടർന്ന് താഴ്വരയിലെ സജീവ തീവ്രവാദികളുടെ വീടുകൾ നശിപ്പിക്കുകയും ചെയ്തു. ഈ നടപടിക്ക് പ്രതികാരമായി ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾക്കൊപ്പം കൂടുതൽ ശക്തമായ ഒരു ആക്രമണം തീവ്രവാദികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് തുടർച്ചയായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തെളിയിക്കുന്നത്. ഇന്റലിജൻസ് വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പാകിസ്ഥാൻ ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് ശ്രീനഗർ, ഗന്ദർബാൽ ജില്ലകളിലെ തദ്ദേശീയമല്ലാത്ത വ്യക്തികൾ, CID ഉദ്യോഗസ്ഥർ, കാശ്മീരി പണ്ഡിറ്റുകൾ എന്നിവരെ ലക്ഷ്യമിട്ടുകൊണ്ട് കാര്യമായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നാണ് തെളിയിക്കുന്നത്. ഇത് തിരിച്ച മറുപടിയായി സുരക്ഷാ സേന ഗുൽമാർഗ്, സോനാബർഗ്, ദാൽ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൽ നിന്നുള്ള ആന്റി ഫിയാദിൻ സ്ക്വാഡുകളെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായും സുരക്ഷാ നടപടികൾ ഗണ്യമായി ശക്തിപ്പെടുത്തുകയും ചെയ്തു. ഏപ്രിൽ 22-ന് കാശ്മീരിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്ന സാധാരണക്കാരായ ആളുകൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഒരു കൂട്ടം ഭീകരർ വെടിയുതിർത്തിരുന്നത്. ഈ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ഇവരിൽ ഉൾപ്പെടുന്ന ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു. ആക്രമണത്തെ തുടർന്ന് കാശ്മീരിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ വൻതോതിലുള്ള പലായനത്തിന് ഇത് കാരണമായിട്ടുമുണ്ട്. പഹൽഗാം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ ക്രമേണ സംസ്ഥാനത്തേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നത്. പഹൽഗാം കൂട്ടക്കൊലയിലെ കുറ്റവാളികൾക്കായി തിരച്ചിൽ നടത്തുന്നുമുണ്ട്. സുരക്ഷാ ഏജൻസികൾ സംസ്ഥാനത്തുടനീളം വിപുലമായ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഏകോപിത റെയ്ഡുകൾ നടത്തിയിട്ടുമുണ്ട്. നൂറുകണക്കിന് പ്രതികളെയും തീവ്രവാദ അനുഭാവികളെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു പ്രധാന കാര്യം ഇതിലൊരു പ്രാദേശിക തീവ്രവാദിയും ഉൾപ്പെടുന്നുണ്ടെന്നതാണ്. നടപടികൾ ശക്തമാക്കുന്നതിനനുസരിച്ച് കൊണ്ട് താഴ്വരയിലെ സജീവ തീവ്രവാദികളുടെ നിരവധി വീടുകൾ അധികൃതർ നശിപ്പിക്കുകയും ചെയ്തു. അതേസമയം തന്നെ പഹൽഗാം ഭീകരാക്രമണം അന്വേഷിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസി സ്ഥലത്ത് തന്നെ അന്വേഷണം ആരംഭിച്ചു. കൂടാതെ കുറ്റകൃത്യം നടന്ന സ്ഥലം പുനഃസൃഷ്ടിക്കുകയും ചെയ്തിരുന്നു. സിപ്ലൈൻ സൗകര്യവുമായി ബന്ധപ്പെട്ടവർ ഉൾപ്പെടെ സ്ഥലത്ത് ഉണ്ടായിരുന്ന പ്രാദേശിക തൊഴിലാളികളെയും തീവ്രവാദികളുടെ ചിത്രങ്ങൾ പകർത്തിയ ഗുജറാത്തി ടൂറിസ്റ്റ് ഋഷി ഭട്ടിനെ പോലെയുള്ള അതിജീവിച്ചവരെയും ഏജൻസി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്യുകയുണ്ടായി.